ട്രംപിന്റെ തീരുവകൾ എല്ലാം തന്നെ ഇന്ത്യ പുഷ്പം പോലെ മറികടന്നിരിക്കുകയാണ്. 50% തീരുവ ട്രംപ് ഇന്ത്യക്ക് നൽകി. പക്ഷേ ഇന്ത്യ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണം, GCC രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണം, ആസിയാൻ രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണം, ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണം എല്ലാം തന്നെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ തീരുവ പുഷ്പം പോലെ മറികടന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. റഷ്യയിൽ നിന്നും ദിമിത്രി പത്രുഷേവ് ഇന്ത്യയിലേക്ക് എത്തി. റഷ്യയിലേക്ക് ഫ്രീ ട്രേഡ് തുറന്നു തരാമെന്നുള്ള വാഗ്ദാനങ്ങൾ നടത്തിയ കരാർ ഒപ്പിട്ടു. പോരാത്തതിന് റഷ്യ എന്ത് സഹായം ചെയ്തു തരാമെന്ന് പറയുന്നു. ചൈനയ്ക്ക് ഇന്ത്യ നമ്മുടെ വിപണിയും ചൈന അവരുടെ വിപണിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു കൊടുത്തു. ആസിയാൻ രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യക്ക് സഹായഹസ്തവുമായി രംഗത്തെത്തി. സഹായഹസ്തം എന്ന് പറഞ്ഞാൽ അവരുടെ വിപണികൾ തുറന്നു തരുന്നു. ബംഗ്ലാദേശിൽ നിന്ന് നമുക്ക് കച്ചവടം പോയപ്പോഴും ആസിയാൻ രാജ്യങ്ങൾ സഹായിച്ചിരുന്നു. അതിന് ശേഷം ആഫ്രിക്കയിലെ 5 രാജ്യങ്ങളിലേക്ക് നരേന്ദ്രമോദി ബൃഹത്തായ ഒരു സന്ദർശനം നടത്തി വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അമേരിക്ക ഇതെല്ലാം ചെയ്യുമ്പോഴും അമേരിക്കയെ പ്രതിരോധിക്കാൻ ഇന്ത്യ നേരത്തെ തന്നെ പല കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്. ഇപ്പോൾ ഇത് റിപ്പബ്ലിക് ദിനത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ലോകത്തിന്റെ കണ്ണുകൾ മുഴുവൻ ഇന്ത്യയിലാണ്. ലോകത്തിന്റെ കണ്ണുകൾ ഇന്ത്യയിലാണെന്ന് പറയുമ്പോൾ ഇത്തവണ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ ലൂയിസ് സാന്റോ ഡാ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷണർ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനും ഇന്ത്യ സന്ദർശിക്കുകയും 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യാതിഥികളാവുകയും ചെയ്യും. ഈ സന്ദർശനം പ്രതീകാത്മകമായിരിക്കുക മാത്രമല്ല, ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള പുതിയ ബന്ധങ്ങളുടെ തുടക്കം കുറിക്കുകയും ചെയ്യും. ട്രംപ് തീരുവ ചുമത്തുന്നത് നിർത്തും. ജനുവരി 26 യൂറോപ്പുമായുള്ള ഒരു വലിയ കരാറിലൂടെ ഇന്ത്യ ലോകത്തിന് ഒരു പുതിയ പാത സൃഷ്ടിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അതായത് യൂറോപ്പുമായി ഒരു ഫ്രീ ട്രേഡ് ആണ് ഇന്ത്യ ഇപ്പോൾ വയ്ക്കാൻ പോകുന്നത്. 26-ാം തീയതി അതിന്റെ പൂർണ്ണ രൂപമറിയാം എന്നുള്ളതാണ് ഇപ്പോൾ വാർത്തകളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ട്രംപ് കുറച്ച് വെള്ളം കുടിക്കും. ട്രംപ് നയിക്കുന്ന വ്യാപാര താരിഫ് നയങ്ങളുടെ അനിശ്ചിതത്വം വർദ്ധിച്ചു. വാഷിംഗ്ടണിൽ നിന്ന് ഉയർന്നു വരുന്ന വ്യാപാര ആശങ്കകൾക്കിടയിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഇപ്പോൾ ഒരു ആഗോള അജണ്ടയുമായി മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുകയാണ്. ഈ സന്ദർശന വേളയിൽ ജനുവരി 27 16ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയും നടക്കുന്നു. വളരെ കാലമായി വൈകിയ സ്വതന്ത്ര വ്യാപാര കരാറിന് അന്തിമ രൂപം ലഭിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.